എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബേസിക് ഒതൻറ്റിക്കേഷൻ ബ്രൂണോയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതാണ് APIയുടെ എൻഡ് പോയിന്റ്. HTTP മെത്തേഡ് ഗെറ്റാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. യൂസർ നെയിം പോസ്റ്റ്മാൻ എന്നും പാസ്വേഡിൻ്റെ വാല്യൂ പാസ്വേഡ് എന്ന് തന്നെയാണ്. ഞാൻ ഈ ഒരു റിക്വസ്റ്റ് ഓൾറെഡി ബ്രൂണോയിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓതറൈസേഷൻ എന്ന് പറഞ്ഞ് ഞാനൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഗെറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റിൻ്റെ പേര് ബേസിക് ഓത്ത് എന്നാണ്. ഞാൻ ഓത്തിൻ്റെ ടാബിൽ ഒതൻറ്റിക്കേഷൻ്റെ ടൈപ്പ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നോ ഓത്ത് എന്നുള്ളതാണ്. ബേസിക് ഓത്ത് ചൂസ് ചെയ്യാതെ ഈ API ഹിറ്റ് ചെയ്യുമ്പോൾ സെർവർ തിരിച്ചു തരുന്ന റെസ്പോൺസ് എന്താ നമുക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് കാണാം, അൺഓതറൈസ്ഡ് എന്ന് പറഞ്ഞൊരു റെസ്പോൺസാണ് സെർവർ തിരിച്ചു വന്നിരിക്കുന്നത്. 401 സ്റ്റാറ്റസ് കോഡാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു API ബേസിക് ഒതൻറ്റിക്കേഷനിലൂടെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓത്ത് ടാബിൽ ചെന്ന ശേഷം നോ ഓത്ത് എന്നുള്ള ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ബേസിക് ഓത്ത് എന്നുള്ള വാല്യൂ സെലക്ട് ചെയ്യുക. അതിനുശേഷം യൂസർ നെയിം എന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് യൂസർ നെയിമിൻ്റെ വാല്യൂ ആയ പോസ്റ്റ്മാൻ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ പാസ്വേഡ് എന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് പാസ്വേഡിൻ്റെ വാല്യൂ ആയ പാസ്വേഡ് എന്നുള്ളത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുക. ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് സേവ് ആകും. റിക്വസ്റ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നു. ഇനി നമുക്ക് ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. ഒതൻറ്റിക്കേറ്റഡ് ട്രൂ എന്നുള്ള ഒരു JSON വന്നു. അതുപോലെ തന്നെ സ്റ്റാറ്റസ് കോഡ് 200 ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ഒതൻറ്റിക്കേഷൻ ബ്രൂണോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.